ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്നിട്ട് തനി നാടൻ ചങ്ങാതി ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ഒന്ന് പ്രസൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചിന്ന ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മുടെ ഈ ചാനലിലും നമ്മുടെ ഈ വീഡിയോസിലും ഒന്നും മതപരമായോ രാഷ്ട്രീയപരമായോ യാതൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ പോലും വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ ഒന്നും പേര് പരാമർശിക്കാതെ വളരെ സൈലൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുകയാണ് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിക്കുക, ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകും. നമ്മൾ 2 കാലഘട്ടത്തിൽ കൂടെ ജീവിച്ച ആൾക്കാരാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്ന്, നമ്മുടെ ഈ എഴുത്ത്. എന്താണ് എഴുത്ത്? നമ്മൾ നേരത്തെ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത് എഴുത്തിലൂടെയാണ്. ഗൾഫിലേക്കുന്ന അച്ഛൻ മക്കൾക്ക് അയക്കുമായിരുന്നു, മക്കൾ അച്ഛനയക്കുമായിരുന്നു, അമ്മ അച്ഛനയക്കുമായിരുന്നു, കവിതാക്കൾ കാമുകിക്ക് എഴുത്ത് കൊടുക്കുമായിരുന്നു, തിരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ആശയവിനിമയങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് എഴുത്തിലൂടെയാണ്. ആ എഴുത്തിൻ്റെ ലോകത്ത് നമ്മൾ ജീവിച്ചു. അതിനുശേഷം ഫോൺ വന്നു. എന്നാലും എഴുത്ത് തന്നെയായിരുന്നു അതിൻ്റെ ഇത്. ഇന്ന് പോസ്റ്റ് ഓഫീസ് സ്ഥാപനങ്ങളൊക്കെ ബാങ്കുകളായി പ്രവർത്തിച്ചു തുടങ്ങി. എഴുത്തിൻ്റെ ആ ഒരു മൂല്യം നമ്മളൊന്ന് അകന്നു പോയി. എന്നിരുന്നാലും ഞാൻ പറയണം, അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ സുഖം. ആ ഒരു എഴുത്ത് കിട്ടുന്നത്. പണ്ട് എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. അപ്പോൾ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നൊരു കല്യാണ ക്ഷണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അച്ഛന് ഒരു എഴുത്തേക്കും. അച്ഛൻ ഒരു ക്ഷണം കൊണ്ടാണ്. അപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞ അടുത്ത കത്ത് വന്നു. അപ്പോൾ അങ്ങനെ ആ എഴുത്തിൻ്റെ ലോകത്ത് നമ്മൾ ജീവിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നതല്ല, ഇന്ന് ക്ഷണനേരങ്ങൾ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്. നമ്മളിന്ന് എഴുത്തിന് പകരം ടെക്സ്റ്റ് മെസ്സേജുകൾ, വാട്സപ്പ് മെസ്സേജ്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ രീതിയിലും നമ്മൾ ആശയവിനിമയങ്ങൾ എന്നാണ്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, മെസ്സഞ്ചർ, അങ്ങനെ ഉള്ള ഇന്ന് ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഇല്ല. അങ്ങനെയുള്ള 2 കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എഴുത്തിൻ്റെ നാടുകളിൽ ജീവിച്ചു, എഴുത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വിരൽത്തുമ്പിലുണ്ട് സത്യങ്ങളും അസത്യങ്ങളും, നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത് ഗൂഗിൾ തരുന്നു. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇതൊന്നും ആദ്യമേ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അത് ധരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതവിടെ വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഞാൻ പ്രത്യേകം പറയുന്നു, എൻ്റെ ഈ എളിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.